എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വടക്കം വീരഗാഥ ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ 8ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രേക്ഷക പിന്തുണയാണ് ചിത്രത്തിന് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുറത്തിറങ്ങിയ 8ാം ദിവസവും സ്ക്രീനുകൾ കൂടുന്നു, തിയേറ്ററുകൾ കൂടുന്നു. ഇതൊക്കെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് കൂടാനുള്ള പ്രധാന കാരണം മികച്ച പ്രേക്ഷക പിന്തുണ തന്നെയാണ്. മമ്മൂക്കയുടെ റിലീസ് ചെയ്തപ്പെട്ട സിനിമകളിൽ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഇന്നലെ വരെ വെള്ളിയേട്ടന്റെ 4K പതിപ്പായിരുന്നു. 70 ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ. ഇന്നലെ ചിത്രം, അതായത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം, ആ ഒരു കളക്ഷൻ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9 ലക്ഷം രൂപയും, 2ാം ദിവസം 14 ലക്ഷം രൂപയും, 3ാം ദിവസം 18 ലക്ഷം രൂപയും, 4ാം ദിവസം 8 ലക്ഷം രൂപയും, 5ാം ദിവസം 10 ലക്ഷം രൂപയും, 6ാം ദിവസം 9.5 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ടോട്ടൽ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 68.5 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 7ാം ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടുകൂടി തന്നെ ചിത്രം എന്തായാലും 70 ലക്ഷത്തിന് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുമെന്ന ഉറപ്പ് തന്നെയാണ്. ആദ്യ 6 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 1,10 ലക്ഷത്തിന് മുകളിലാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും റിലീസ് ചെയ്ത മമ്മൂക്ക സിനിമകളിൽ ഏറ്റവും വലിയ വിജയമായിട്ട് ഒരു വടക്കൻ വീരഗാഥ ഇന്ന് മാറിയിരിക്കുകയാണ്. വരും മണിക്കൂറിൽ ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.